ലോൺ മൂവറിന്റെ സൗണ്ട് കേട്ട് ചിതറി ഓടിയ ആട്ടിൻകൂട്ടം ധപേന്ന് പറഞ്ഞ് നിലംപൊത്തിയത് എന്തുകൊണ്ടെന്ന് ആലോചിച്ചില്ലേ? ഇവരാണ് ടെന്നസെ ഫെയിന്റിംഗ് ഗോഡ്സ്. കാണുമ്പോൾ തമാശയായി തോന്നുന്ന ഇതിന് പിന്നിലുള്ള ശാസ്ത്രം ക്രൂരമാണ്. നെർവ്സിനെയും മസിൽസിനെയും സംബന്ധിക്കുന്ന ഒരു ജനിതക അവസ്ഥയാണ് മയോട്ടോണിയ കൺജനൈറ്റ. പെട്ടെന്നുള്ള ഞെട്ടൽ, ആവേശം തുടങ്ങിയ വികാരങ്ങൾ ഇവരുടെ മസിൽസിനെ ലോക്ക് ചെയ്യുകയും മസിൽസിന് അയവ് സംഭവിക്കാത്തത് കൊണ്ട് 5 മുതൽ 20 സെക്കൻഡ് വരെ ഫ്രീസ് ആയി വീഴുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഇവർക്ക് പൂർണ്ണ ബോധമുണ്ടായിരിക്കും, വേദനയും കാണില്ല. ഇടയ്ക്കിടെ മസിൽസ് ഫ്രീസ് ആവുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മസിൽ മാസ് കൂടുതലാണ്. മസിൽ മാസ് കൂടിയ ആടുവർഗത്തിന് ആട്ടിറച്ചി വ്യവസായത്തിൽ നല്ല ഡിമാൻഡുമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ടെന്നസിയിലെ ബ്രീഡേഴ്സ് ഒട്ടും ധാർമ്മികതയില്ലാതെ മയോട്ടോണിയ എന്ന ജനിതക അവസ്ഥ നേരിടുന്ന ആടുകളെ തിരഞ്ഞുപിടിച്ച് ധാരാളമായി സെലക്ടീവ് ബ്രീഡിംഗ് ചെയ്യാൻ തുടങ്ങി. എവിടെയും വലിഞ്ഞു കയറാനോ ചാടാനോ ഒന്നും ഇവയ്ക്ക് സാധിക്കാറില്ല. പരിപാലിക്കാനും എളുപ്പം. മനുഷ്യന്റെ ആർത്തിക്ക് പാത്രമായ വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ പോലും കഴിയാത്ത ഒരു സാധു മൃഗമാണ് ഈ ഫെയിന്റിംഗ് ഗോഡ്സ്.